नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഹൃദയ സിദ്ധ കാവ്യധാരയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പ്രമുഖ കവിമാരും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയബദ്ധ കാവ്യധാര നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഹൃദയ സിദ്ധ കാവ്യധാര. जिन रीतिकालीन कवियों ने आचार्य कवियों द्वारा लिखित लक्षण ग्रंथों को ध्यान में रखकर काव्य रचनाएं की वे ഹൃദയസിദ്ധ കവി कहलाते हैं. അപ്പോൾ എന്താണ് പറയുന്നത്? ആചാര്യ കവികൾ മുഖേന എഴുതിയിട്ടുള്ള ലക്ഷണ ഗ്രന്ഥങ്ങളെ ആധാരമാക്കി കാവ്യരചനകൾ നിർവഹിച്ചിട്ടുള്ള രീതികാലിന കവിമാരെയാണ് ഹൃദയസിദ്ധ കവിമാരെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ലക്ഷണ ഗ്രന്ഥങ്ങൾ തന്നെയാണ് ആധാരമായി വെക്കുന്നത്. അപ്പോൾ ആ ഒരു തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കാവ്യരചനകൾ നിർവഹിച്ചിട്ടുള്ള കവിമാരാണ് ഹൃദയസിദ്ധ കവിമാർ. അപ്പോൾ ഹൃദയസിദ്ധ കാവ്യധാരയിലെ രണ്ട് കവിമാരാണ്. ഫസ്റ്റ് വൺ ബിഹാരിയാണ്. നമ്മുടെ ബിഹാരിദാസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ബിഹാരിയാണ് ഹൃദയസിദ്ധ കാവ്യധാരയിലെ പ്രമുഖ കവി. പിന്നെ പൃഥ്വിസിംഗ് രസനിധിയും വരുന്നുണ്ട്. പൃഥ്വിസിംഗ് രസനിധി. അപ്പോൾ ബിഹാരിയാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ബിഹാരി ആരാണ്? ഹൃദയസിദ്ധ കാവ്യധാരയിലെ പ്രമുഖ കവിയാണ്. അപ്പോൾ ബിഹാരിയെക്കുറിച്ചൊരു ദോഹയുണ്ട്. ജന്മ ഗ്വാളിയർ ജാനിയെ ഖണ്ഡ് ബുന്ദേലെ പാൽ തരുണായി ആയി സുധർ മധുരാ ബസി സസുരാൽ. അത് ബിഹാരിയുടെ ജനനത്തെയും ആ ഒരു ബാല്യാവസ്ഥയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ദോഹയാണ്. ഈ ദോഹയിൽ പറയുന്നത് ബിഹാരിയുടെ ജന്മം എന്താണ്? ഗ്വാളിയാറിലാണ്, ബുന്ദേൽഖണ്ഡിലാണ് ബാല്യകാൽ കഴിച്ചു കൂട്ടിയത്. പിന്നെ യൗവനവും വിവാഹമൊക്കെ മധുരയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജനനം ഗ്വാളിയാറിൽ, ബാല്യാവസ്ഥ ബുന്ദേൽഖണ്ഡിലാണ്, യൗവനവും വിവാഹവും എവിടെയാണ്? മധുരയിലാണ്. അപ്പോൾ ഗുരു ആരാണ്? ബിഹാരിയുടെ ഗുരു നരഹരിദാസ് ആണ്. ശിക്ഷ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്കൃതം അറിയാം, പ്രാകൃതം അറിയാം, പിന്നെന്താണ്? ജ്യോതിഷ്ക ഗഹൻ അധ്യയൻ, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആഴത്തിലുള്ള അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ബിഹാരിക്ക് ഏകമാത്ര രചന ബിഹാരി സത്സൈ ഹെ അല്ലെ. ബിഹാരി ഒരു രചന മാത്രം നിർവഹിച്ചിട്ട് പ്രശസ്തമായ ഒരു കവിയാണ്. അത് രചന ഏതാണ്? ബിഹാരി സത്സൈ ആണ് അല്ലേ. സത്സൈ എന്ന രചന രചിച്ചിട്ടാണ് ബിഹാരി പ്രശസ്തനായത്. അപ്പോൾ ഒറ്റൊരു രചനയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. അപ്പോൾ സത്സൈ കാ അർത്ഥ ഹെ ജിസ്മേം 700 പദോं का संग्रह है. സത്സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 700 പദോं का संग्रह. 700 പദങ്ങളുടെ സംഗ്രഹമാണ് സത്സൈ എന്ന് പറയുന്നത്. അപ്പോൾ ബിഹാരിയുടെ രചന എന്ന് പറയുന്നത് ബിഹാരി സത്സൈയാണ്. അതിൽ പ്രമുഖ ചന്ത് എന്ന് പറയുന്നത് ദോഹയും സോരഠിയാണ് പ്രമുഖ ചന്ത് വരുന്നത്. പിന്നെ 719 പറയുന്നുണ്ട്. ചില ആൾക്കാർ 713 ദോഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര ദോഹകളാണെന്ന് 719 713 അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം ഓപ്ഷനിൽ 719 ഇല്ലെങ്കിൽ 713 ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രണ്ട് സംഖ്യകളും നമ്മൾ മൈൻഡിൽ വെക്കുക. 719 713 അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ बिहारी के दोहों में तत्कालीन जीवन के दर्शन भी होते हैं. सामाजिक कुरीतियों और धार्मिक विसंगतियों को चित्रित किया है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോഹകളിൽ എന്താണ്? തത്കാലീൻ ജീവൻ്റെ ദർശനം, ഒരു പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. സാമാജിക് കുരീതിയോ ധാർമ്മിക വിസംഗതിയോ ചിത്രിത് കിയാ ഹെ. അപ്പോൾ എല്ലാവിധ തരത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള എല്ലാവിധ അനീതിയും ധാർമ്മികപരമായിട്ടുള്ള വിസംഗതിയൊക്കെ നമുക്ക് മനോഹരമായിട്ട് ചിത്രം ചെയ്തിട്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബിഹാരി സത്സൈനെ കുറിച്ചിട്ടും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത് ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് പഠിക്കാം. ബിഹാരിയെക്കുറിച്ച് തന്നെ കുറച്ച് പറയാനുണ്ട്. ബിഹാരി സത്സൈനെ കുറിച്ചിട്ടും നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഹൃദയസിദ്ധ കാവ്യധാരയിലെ പ്രമുഖ കവിയാണ് ബിഹാരി. ജനിച്ചത് ഗ്വാളിയാറിലാണ്, ബുന്ദേൽഖണ്ഡിലാണ് ബാല്യാവസ്ഥ, യൗവനവും വിവാഹവും എവിടെയാണ്? മധുരയിലാണ്. ഗുരു നരഹരിദാസ് ആണ്. അപ്പോൾ വിദ്യാഭ്യാസം അതൊക്കെ ഒന്ന് ഓർക്കുക. ഒരു രചനയാണ് ബിഹാരി സത്സൈയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത കവിയായിട്ടുള്ളത് പൃഥ്വിസിംഗ് രസനിധിയാണ്.
അപ്പോൾ രസനിധിയുടെ രചനകളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. രതൻ ഹസാര, വിഷ്ണു പദ് കീർത്തിൻ, ബാരഹ്മാസി, രസ്നിധി സാഗർ, ഗീതി സംഗ്രഹ്, ഹിൻഡോല. ഇങ്ങനെ 6 രചനകളാണ് രസ്നിധിയുടെ വരുന്നത്. ഒന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബിഹാരി സത്സി കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം. അതുവരെ എല്ലാവർക്കും ധന്യവാദ്.